കോതമംഗലം നഗരത്തിലെ കുരൂർത്തോട്ടിൽ ചൂണ്ട തൊണ്ടയിൽ കുടുങ്ങി അവശനിലയിൽ കണ്ടെത്തിയ നീർക്കാക്കയെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരമാണ് പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള കുരൂർത്തോട്ടിൽ അവശനിലയിൽ നീർക്കാക്കയെ പ്രദേശവാസികൾ കണ്ടെത്തിയത്. നഗരത്തിലെ കുരൂർത്തോട്ടിൽ ചൂണ്ട തൊണ്ടയിൽ കുടുങ്ങി അവശനിലയിൽ കണ്ടെത്തിയ നീർക്കാക്കയെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി വനമധികൃതരെ ഏൽപ്പിച്ചു. തൊണ്ടയിൽ കുടുങ്ങിയ ചൂണ്ടക്കൊളുത്ത് നീക്കം ചെയ്യാനായിട്ടില്ല. വ്യാഴാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് സംഭവം. കോതമംഗലം പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് കുരൂർത്തോട്ടിൽ വീണുകിടന്ന മരച്ചില്ലയിലായി ചൂണ്ടക്കൊളുത്ത് കുടുങ്ങി നീർക്കാക്കയെ കണ്ടയാളാണ് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചത്. തൊണ്ടയിൽ കുടുങ്ങിയ ചൂണ്ടയുടെ നൂല് മരച്ചില്ലയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഇത് കാരണം നീർക്കാക്ക പറക്കാനാവാതെ അവശനിലയിലായിരുന്നു. സേനാംഗങ്ങൾ തോട്ടിലിറങ്ങി നീർക്കാക്കയെ രക്ഷപ്പെടുത്തി കോതമംഗലം ഡിവിഷൻ RRTയെ ഏൽപ്പിച്ചു. കോതമംഗലം ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ സർക്കാർ മൃഗാശുപത്രിയിലെത്തിച്ചെങ്കിലും വെറ്റിനറി ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് മൂവാറ്റുപുഴ സർക്കാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും കൊളുത്ത് തൊണ്ടയിൽ നിന്നെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് തിരികെ കൊണ്ടുവന്നു. വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന മൃഗാശുപത്രിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് RRT. തോട്ടിലും പുഴയിലും മറ്റും ചൂണ്ടയിടുന്നവർ അത് ഉപേക്ഷിച്ചു പോകുന്നത് പതിവാണ്. ചൂണ്ടയും നൂലും ജലപക്ഷികൾക്കും ജീവികൾക്കും അപകടത്തിനും ജീവാപായത്തിനും കാരണമാകുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കോതമംഗലം ഹൈറേഞ്ച് കവലയ്ക്ക് സമീപത്തെ തിയേറ്റർ കവാടത്തിലെ ഇരുമ്പ് ബോർഡിന്റെ ഗ്രില്ലിനിടയിൽ കുടുങ്ങിയ കാക്കയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയിരുന്നു. തനിമയാർന്ന നാടൻ മസാലകളുടെ വിപുലമായ ശേഖരങ്ങളുമായി മൂവാറ്റുപുഴയുടെ സ്വന്തം മസാലക്കൂട്ട്. ഗുണമേന്മയുള്ള ഇൻസ്റ്റന്റ് മസാലകളും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച പുട്ടുപൊടിയും വിവിധങ്ങളായ ചായപൊടികളും വ്യത്യസ്തങ്ങളായ 20-ൽ പരം അച്ചാറുകളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളും മസാലക്കൂട്ടിൽ ലഭ്യമാണ്.